കാത്തിരിപ്പ് എന്തിനു വേണ്ടിയെന്നറിയാമോ? അച്ഛൻ പറഞ്ഞു ദേ വരണടാ ഞാനെന്ന്, ഇപ്പം വരാമെന്ന്. അപ്പോൾ അച്ഛൻ വരുന്നോന്ന് ഗേറ്റ് തുറക്കണമെന്ന് നോക്കിയിരിക്കുന്ന ഇരിപ്പായി കാണുന്നു അല്ലേ? ആ ഇരിപ്പ് കണ്ടു. ഫുഡൊക്കെ കഴിഞ്ഞു, തുടച്ചൊക്കെ എടുത്തു അല്ലേ? നമ്മൾ മക്കൾ പോലും ഇങ്ങനെ കാത്തിരിക്കൂല അല്ലേ? എല്ലാവരും അല്ല കേട്ടോ, ചിലവർ മക്കളൊക്കെ വലുതായാൽ പോലും ഇങ്ങനെ കാത്തിരിക്കില്ല. ചെറിയ കുട്ടികളൊക്കെ കാത്തിരിക്കും, പക്ഷെ വലിയതായി കഴിയുമ്പോൾ നമ്മൾ കാത്തിരിക്കില്ല അല്ലേ? മക്കൾ ഇത് നോക്ക് കാത്തിരിക്കുന്ന ഇരിപ്പ്. ആ ഇരിപ്പ് കണ്ടോ? കുത്ത വച്ച് അച്ഛൻ ഗേറ്റ് തുറക്കുന്നുണ്ടോ, അച്ഛൻ ഗേറ്റ് തുറക്കുന്നുണ്ടോ, ചേച്ചി ഗേറ്റ് തുറക്കുന്നുണ്ടോ എന്നും പറഞ്ഞില്ല ഇരിപ്പ്. ഇവർക്ക് തണുപ്പും ഇല്ല, മഴയും ഇല്ല, ചൂടുമില്ല. എത്ര ചൂടത്തും എത്ര മഴയത്തും എത്ര തണുപ്പത്തും കണ്ണ് രണ്ട് ഗേറ്റിൻ്റെ അവിടെ വച്ച് നോക്കി ഇപ്പം ഗേറ്റ് തുറക്കും അച്ഛൻ, ഇപ്പം ഗേറ്റ് തുറക്കും അച്ഛൻ എന്നും പറഞ്ഞ് നോക്കിയിരിക്കാൻ പാവങ്ങൾ. സമ്മതിക്കണം കേട്ടോ ഇവരെ. ഇവരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല കേട്ടോ. പാവങ്ങൾ. നോക്കൂ, ആ ഇരിപ്പ് കണ്ടോ നിങ്ങൾ? ആ ഇരിപ്പ് നിങ്ങൾ കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ആ താടി അവിടേക്ക് വെക്കുക, ജനലിൻ്റെ അവിടെ താടി വെച്ച് ഇങ്ങനെ ഇരിക്കും. എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കും ഇങ്ങനെ. അതാണ്, എത്ര നേരം വേണമെങ്കിലും. ഇവിടെ ഒന്നും ഉണ്ടായിട്ടല്ല, ഗേറ്റ് തുറന്ന് എൻ്റെ അച്ഛൻ വരുന്നുണ്ടോ, എൻ്റെ ചേച്ചി വരുന്നുണ്ടോ, അങ്ങനെ നോക്കി നിൽപ്പും ഇരിപ്പും. കഷ്ടം, പാവം. നമ്മൾ സ്നേഹം കൊടുത്താലേ കണ്ടോ, കാല് കഴിച്ചപ്പോൾ എണീറ്റ് നിന്നു, പിന്നെയും ഇരുന്നു. ഇവർക്ക് കാലും കഴിക്കത്തില്ല, കണ്ണും കഴിക്കത്തില്ല കേട്ടോ. അതാണ് സത്യം. നമ്മൾ ഇച്ചിരി സ്നേഹം കൊടുത്താൽ അതിൻ്റെ ഇരട്ടി സ്നേഹം തരുന്ന ജീവികൾ. നമ്മൾ കൊടുക്കുന്നതിന് നന്ദി കാണിക്കുന്ന ജീവികൾ, പാവങ്ങൾ അല്ലേ? സമ്മതിക്കണം അല്ലേ? സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവരൊക്കെ എന്നെ തിരിഞ്ഞു നോക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. ഇതൊക്കെ കാണണം, നമ്മൾ അടുത്ത് വന്നിരുന്ന് കാണണം കേട്ടോ. ഇതൊക്കെ ഇവരുടെ എക്സ്പ്രഷൻ, ഇവരുടെ ആ സ്വഭാവങ്ങൾ. ഇപ്പോൾ ഇവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് A to Z തൊട്ട് അറിയാം കേട്ടോ. അവൻ്റെ ഒരു എക്സ്പ്രഷൻ, അവൻ നമ്മളോട് പറയുന്നത് എന്താണ് എന്നൊക്കെ ഉള്ളത്. അച്ഛൻ പറഞ്ഞേ ഞാൻ വരണടാന്ന്. അച്ഛൻ ഓഫീസിലല്ല, അപ്പോൾ ഈ പുറത്തേക്ക് ഒന്ന് പോയി, ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ വരുന്ന മോനെ അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. താഴെ വരണ്ട, താഴെ ലൈബേഴ്സൊക്കെ ഉണ്ട്, അവിടെ മോന് കയ്യിലും കാലിലൊക്കെ ടൈൽസിൻ്റെ ഇതൊക്കെ ആവും, അവിടെ മോന് ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുന്ന ഇരിപ്പാണ്. ഇത് കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കും കേട്ടോ. പാവം, പഞ്ചപാവം കേട്ടോ. പഞ്ചപാവം. വന്നേക്ക്, അച്ഛൻ വന്നോളും. ഗേറ്റ് തുറക്കുമ്പോൾ വരാം. ഇങ്ങനെ ഇരിക്കണ്ട കാത്തുകുത്തി. അയ്യോ, പിന്നെയും അവിടെ ഇരിക്കും, പറഞ്ഞാൽ കേൾക്കത്തില്ല. ദേ കണ്ടോ, ഈ ഇരിപ്പാണ്. കണ്ടോ? ഈ ഇരിപ്പ് കണ്ടോ? അയ്യോ, കണ്ടോ? ആ ഇരിപ്പ് കണ്ടോ? ആ കിടപ്പ് ഇരിപ്പും കണ്ടല്ലോ. കാത്തിരിക്കണ അച്ഛനെ ആ താടി അവിടെ കൊടുത്തിട്ടൊരു ഇരിപ്പ്. കണ്ട ചങ്ക് പൊട്ടുന്നു കേട്ടോ. സത്യത്തിൽ ഈ ഇരിപ്പ് പാവം, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞാനേ ഇവനെ ഇരിക്കുന്ന ഒന്ന് കണ്ടപ്പോൾ അത് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചു. എത്ര നേരമായി പറയുമ്പോൾ ഞാൻ ഫുഡ് കൊടുത്ത് തുഴച്ചു. അപ്പം തൊട്ട് ഇവിടെ ഇരിക്കണ അച്ഛനെയും കാത്തു. കുറേ നേരമായി ഞാൻ പറയുന്നേടാ അച്ഛൻ വന്നോളും, ചേച്ചി വന്നോളും, മോർണിംഗ് വന്നോ. അതിന് വീട്ടിലെ എല്ലാവരും വേണം. അതാ പാവം. അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് അത് അവൻ്റെ ആ ഇരിപ്പും കണ്ടോ, താടിക്കൊക്കെ കൊടുത്ത കാത്തിരിക്കുന്ന ഈ ഇരിപ്പ്. ആ കാത്തിരിപ്പ് കണ്ടില്ലേ? ഇതുപോലെ നമ്മുടെ ആര് കാത്തിരിക്കും അല്ലേ? ഉണ്ട് മമ്മ പൊന്നിനെ ഇട്ടൊന്നും പോവില്ല. ഇവിടെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ അവൻ 3 മണിക്കൂർ 4 മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കുക. അതുപോലെ നമുക്ക് വീഡിയോ എടുക്കാൻ ഇരിക്കാൻ പറ്റും. എന്നാലും ആ സ്റ്റൈലൊക്കെ ഞാനൊന്ന് കാണിച്ചു തന്നാണ് ഫ്രണ്ട്സ്. സ്നേഹത്തിൻ്റെ മുമ്പിലേ നമുക്ക് അടിയറ വെക്കാൻ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എത്ര ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ആ സ്നേഹം എന്തെന്ന് മനസ്സിലാവും. പിന്നെ പോവാട്ടാ, ഇനി അവിടെ ഇരിക്കണ്ട മോൻ. വന്നേക്ക് അച്ഛൻ വന്നോളും. മോനെ അവിടെ നിന്ന് കിടക്കണ്ട, ഈ നടയിൽ കയറി കിടക്കണ്ട. വാ, ഉറങ്ങിക്കോ.
ഉറങ്ങേണ്ട സമയമായില്ലേ, മോൻ ഉറങ്ങിക്കോ. അച്ഛൻ വരുമ്പോൾ വന്നോളൂ, ചേച്ചി വരുമ്പോൾ വന്നോളൂ. ഓക്കേ. അപ്പോൾ നാളെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് കാണാൻ ഇവരുടെ സ്നേഹങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇവരുടെ ആ സ്നേഹങ്ങളൊക്കെ എല്ലാവരുടെ ഈ ജീവികളുടെ സ്നേഹങ്ങളും ഈ ജീവികളുടെ ആത്മാർത്ഥതയും എല്ലാം തന്നെ, ആ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ എല്ലാവരുടെ കയ്യിലെത്തിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യവും അത് തന്നെയാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഒന്ന് കണ്ട് ഒത്തിരി പേരുണ്ട് ഈ കൊണ്ട് കളയുന്നവർ, അവരൊന്ന് മനസ്സിലാക്കണം ഈ ജീവികളുടെ സ്നേഹവും ആ ആത്മാർത്ഥയൊക്കെ കേട്ടോ. ഇത് കണ്ടോ ഓടിച്ചെന്ന് നോക്കുന്നതാണ് അച്ഛൻ വരുന്നുണ്ടോ എന്ന്. ഒരു സൗണ്ട് കേട്ടിട്ട് അച്ഛൻ കയറ്റി ഓർന്നു എന്നാണ് ഈ നോക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഈ വീഡിയോ ഒക്കെ എത്തിക്കുക കേട്ടോ, ഷെയർ ചെയ്ത് എത്തിക്കുക. പാവമല്ലേ ഇവരെ പോലെയല്ല. ഇതൊക്കെ കണ്ട് ഇപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് കാണുമ്പോൾ ഇവരെ കൊണ്ടുവന്ന് കളയുന്നവർ കളയാതിരിക്കട്ടെ കേട്ടോ. ഇരിപ്പ് കണ്ടോ നിങ്ങൾ കണ്ടോ? ഞാൻ ലൈവായിട്ട് കാണിക്കുന്ന ഇവിടുന്ന് എണീറ്റ് പോയി ഒരു സൗണ്ട് വന്നു, ഗേറ്റ് തുറക്കുന്നു എന്ന്. അപ്പോൾ നോക്കിയപ്പോൾ അച്ഛനില്ല. പിന്നെയും അവിടെ വന്ന് ആ കിടപ്പ് കണ്ടോ നിങ്ങൾ? ലൈവായിട്ട് ഞാൻ കാണും. അയ്യോ ആ കിടപ്പ് കണ്ട എൻ്റെ ചങ്ക് പൊട്ടണം. എൻ്റെ പൊന്ന ഇങ്ങനെ കിടക്കല്ലേടാ, എൻ്റെ മമ്മിയുടെ പൊന്നല്ലേടി, അങ്ങനെ ചെന്ന് കേൾക്കല്ലേടി. നാളൊരു ഇതുപോലത്തെയൊക്കെയുള്ള ഇവൻ്റെ ആ ഇരിപ്പും ഇവൻ്റെ സ്റ്റൈലുകളും ഇവരുടെ ആത്മാർത്ഥതയൊക്കെ സ്നേഹമൊക്കെ ആയിട്ട് ഇനിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതിലേക്ക് ബൈ. ഒന്നും പറയാനില്ല കേട്ടോ.